ഹായ്. മമ്മൂക്കനെ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറുകയാണ്. എന്താണ് അതിന് ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ ഒരു സാധാരണ ഒരു നടനല്ല മമ്മൂക്ക. തന്റെ അഭിനയ ചാരുത കൊണ്ട് ഇത്രയും കാലം മലയാള സിനിമയെ നയിച്ചൊരു മെഗാസ്റ്റാർ മമ്മൂക്കയെ ഒരു ചെറിയൊരു അഭിപ്രായ ഒരു ഒരു സംഭവത്തിന്റെ പേരിൽ ഇങ്ങനെ വലിച്ചു കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷെ ഇതിന് രണ്ട് രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, വയനാട് പോലെ അത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചൊരു സ്ഥലത്തൊരു ടൗൺഷിപ്പ് സന്ദർശിക്കാൻ ഇത്രയും വലിയൊരു നടൻ പോകുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു സംഭവം കൊണ്ടുവരാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ അതിന് തടഞ്ഞതാണ് മമ്മൂക്ക. മെയിനായിട്ട് വയനാട് സെക്രട്ടറി CPM സെക്രട്ടറി റഫീഖിനെതിരെയാണ് മമ്മൂക്ക ഒരു ചെറിയൊരു പരാമർശം നടത്തി ഒരു മാറ്റി നിർത്തുന്ന ഒരു സീന് നമ്മൾ കണ്ടായിരുന്നു. അതാണ് വിവാദമാവുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഈ CPM അനുഭാവികൾ ഇത്രയും കാലം CPMനെ സപ്പോർട്ട് ചെയ്ത മമ്മൂക്കനെ അവര് തന്നെ തളർത്തുകയാണ്, അവര് തന്നെ വലിച്ചൊട്ടിക്കുകയാണ്, വലിച്ചു കീറുകയാണ്. എന്താണ് അതിന്റെ ആവശ്യം? പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ? പുള്ളിനെ പോലെ ഒരു നടൻ അവിടെ പോകുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സിനെ തന്നെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കരുത് എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ സഖാക്കൾ കാണുന്ന കമ്മികൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം അതിനെതിരായിട്ട് സംസാരിക്കുക, ഇങ്ങനെ തേജോവധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, മമ്മൂക്കയും കുറച്ചൊരു സമചിത്തത പാലിക്കാൻ വരുന്നു. കാരണം CPMന്റെ ഒരു വയനാട് സെക്രട്ടറിയാണ് റഫീഖ്. അപ്പം ഒരു അത്രയും മീഡിയ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരു നടന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ, ഒരു അപ്രോച്ച് ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ്. പക്ഷെ ഇതിൽ രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. കാരണം മമ്മൂക്ക ചെയ്തതും തെറ്റുണ്ട്, പുള്ളിക്കാരൻ ചെയ്തത്. പുള്ളിക്കാരൻ ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതെ മമ്മൂക്ക വന്നു കഴിഞ്ഞ് അത് കാണിച്ച് പോവാന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ചുമ്മാ ഈ വിവാദം ഉണ്ടാക്കുകയാണ് ചില ആൾക്കാർ. എന്തോ ഒരു ആൾക്കാരാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിന്റെ ഒക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, അവിടെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കാതിരിക്കുക എന്നുള്ളൊരു കൺസേണിലാണ് പുള്ളി അത് പറഞ്ഞത്. പക്ഷെ ഇത് ഒരു ദിവസം അന്നത്തിന് വേണ്ടി ആരെങ്കിലും വലിച്ചു കയറണം എന്നുള്ള ആഗ്രഹം മാധ്യമങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്കുണ്ട്. ഇപ്പം അദ്ദേഹത്തിനെതിരെ ഭയങ്കര ക്യാമ്പയിൻ. ഒന്നുമില്ലെങ്കിൽ CPM പാർട്ടി ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരു CPM അനുഭാവിയെ ഇങ്ങനെ അവർ തന്നെ തളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്താ ഇപ്പം ചെയ്യുക? നമ്മളുടെ ഒരു സൊസൈറ്റി അങ്ങനെയായിപ്പോയി. ഇങ്ങനെ ഒരു നടനെ ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തെ പോലെ ഒരു നടനെ നമ്മളിങ്ങനെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയിരിക്കുന്നതാണ് ഇപ്പം പറയാൻ കഴിഞ്ഞത്. സോ അതവിടെ കഴിഞ്ഞു. പിന്നെയും അതിനെ ആളിക്കത്തിക്കാതിരിക്കുക, വെറുതെ അദ്ദേഹത്തെ ഒരു മഹാനടൻ ഇങ്ങനെ വലിച്ചു കീറാതിരിക്കുക. ഓക്കെ. പിന്നെ ഇപ്പം വിഷയത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക സോറി പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്ന് റഫീഖ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക വന്നത് പോസിറ്റീവായിട്ട് മാത്രം ചർച്ച ചെയ്യണമെന്ന് വയനാട് CPM സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടും ഈ സൈബർ സഖാക്കൾ ഞാനിപ്പോൾ FB ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ പിന്നെയും മമ്മൂക്കൻ്റെ ചോര ഊറ്റി കുടിക്കുകയാണ്. എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം വലുതാക്കി പെരുപ്പിച്ച് കാണിച്ച് ഒരാളെ തേജോവധം ചെയ്യാന്നുള്ള സൈബർ പോരാളികളുടെ ഒരു ആക്രമണമായിട്ട് ഇത് കാണണം. ഇതിന്റെ പുറകിൽ കുറേ രാഷ്ട്രീയ CPM അനുഭാവികളുണ്ടെന്നാണ് നമുക്കിപ്പം തോന്നുന്നത്. കാരണം അവിടെ പാർട്ടിയുടെ വക്താവ് അപമാനിക്കപ്പെടുമ്പോൾ പാർട്ടിക്കാർക്ക് നോവുമല്ലോ. സോ അതുകൊണ്ടാണ് മമ്മൂക്കെതിരെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. ഇപ്പോഴും ഈ പ്രശ്നം ഇതുപോലെ പരിഹരിച്ച് ഏകദേശം സോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഇപ്പോഴും ഓരോ പോസ്റ്റുകൾ മമ്മൂക്കയുടെ സ്വഭാവ ഗുണത്തെ ചർച്ച ചെയ്യുന്നു. മമ്മൂക്ക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു മനുഷ്യനല്ലേ, മനുഷ്യന് തെറ്റുപറ്റാലോ. അയാൾ അവിടെ മമ്മൂക്ക അവിടെ ഉദ്ദേശം എന്താണ്? പിന്നെ ഒരു പാർട്ടിയുടെ വക്താവായിട്ടുള്ള ഒരു സാധാരണ ഒരു മഹാനടൻ ഒരു സ്ഥലം സന്ദർശിക്കുന്നതായിട്ട് കണ്ടാൽ മതി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കും ആ പ്രശ്നമില്ല. ഇപ്പൊ പുള്ളിയും പറയുന്ന പ്രശ്നമില്ല എന്നാണ്. ഇപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അത് പ്രശ്നം സോൾവ് ചെയ്തു. പക്ഷെ സൈബർ സഖാക്കളും സൈബർ മീഡിയ ലോകത്ത് ഇത് ഭയങ്കര ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി വരെ എടുത്തിട്ട് അളക്കുകയാണ്. എന്താണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. ഇതിനൊന്നും വലിയതായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ.